ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് പറയാൻ പോണ ഒരു ഫോണിനെ കുറിച്ചാണ്. റെഡ്മി ടർബോ 5 എന്ന് പറഞ്ഞൊരു ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണിത്. ഞാൻ എൻ്റെ റിവ്യൂ ഞാൻ ഷെയർ ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് കിടക്കാം. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫസ്റ്റ് ചർച്ച ചെയ്യാം. ഒരു മെറ്റൽ ഫ്രെയിമാണ് ഇത് തന്നെ. ബാക്കിലൊരു ഗ്ലാസ്സാണ്. ഒരു അത്യാവശ്യം നല്ല സൂപ്പർ ആയിട്ടുള്ള കോമ്പാക്റ്റ് ടൈപ്പ് ഫോണാണ്. നല്ലൊരു മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. ഏത് സർട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് അവർ പറയുന്നില്ല, പക്ഷേ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ഫോണാണിത്. ഒരു രണ്ട് ക്യാമറ മൊഡ്യൂളുണ്ട്. പിന്നെ റെഡ്മി എന്ന് പറയുന്ന പേര് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പോർട്സ്, ബട്ടൺസ്, അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിം ട്രേ ഉണ്ട്, അടിയിലാണ്. മൈക്രോഫോൺ, USB 3.0 കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉള്ള ഫോണുകൾക്ക് 3 കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പീക്കർ ഗില്ല്, പവർ ബട്ടൺ, അതുപോലെ തന്നെ വോളിയം ഇൻഡിക്കേറ്റർ ചെയ്യുന്ന ബട്ടൺ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ വോയിസ് ക്യാൻസലേഷനും ഉണ്ട്, മൈക്രോഫോണും ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ബാക്കാണ്. പിന്നെ വെയിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 204 ഏകദേശം ഗ്രാം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പിടിക്കുമ്പോൾ അത്ര ഫീൽ തോന്നില്ല. ഒരു സാധാരണ ഫോൺ പിടിക്കുന്ന പോലെ തോന്നുള്ളൂ. കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട്. പിന്നെ ഡിസ്പ്ലേ ആയിട്ട് കിടക്കുവാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ്. 1K റെസൊല്യൂഷനുള്ള 120 Hz റിഫ്രഷ് റേറ്റ്, 3500 nits ബ്രൈറ്റ്നസ്, HDR സപ്പോർട്ട് ചെയ്യും, ഡോൾബി വിഷൻ ഉണ്ട്, അഡാപ്റ്റേറ്റീവ്, പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. അതൊക്കെ റെഡ്മിയുടെ ഓരോ പുതിയ ടെക്നോളജി ഇവിടെ തന്നെ ഉള്ള ടെക്നോളജിയാണത്. അപ്പോൾ അത്യാവശ്യം നല്ല ഔട്ട്ഡോറിലൊക്കെ പോകുമ്പോൾ നല്ല വിസിബിലിറ്റി കിട്ടും. യൂട്യൂബിൽ പിന്നെ HDR ഉണ്ട്, HDR പ്ലസിന് സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കറാണ് എന്നത്. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള വോയിസാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 8GB 8GB 12GB 256 ബേസ് തന്നെ. വേറെ മോഡലില്ല. UFS 4.0 ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് സ്കോർ പറയുകയാണെങ്കിൽ 2 മില്യൻ്റെ അടുത്ത് ആൻഡ്രോയിഡ് സ്കോർ ഉണ്ട്. നല്ലതാണ്. മേ ബി 30,000 ഫോണിന് 35,000 ഫോണിന്. പിന്നെ പ്രൈസ് ഇപ്പോൾ ഹൈ ആയതുകൊണ്ട് കുഴപ്പമില്ല. അത് BGMI ഒക്കെ നല്ല സ്മൂത്തായിട്ട് കളിക്കാം. 120 FPS കളിക്കാം. അത്യാവശ്യം നല്ല ഗെയിമിംഗ് സ്റ്റേബിലിറ്റി ഉണ്ടാവും. പിന്നെ ടോട്ടലിംഗ് ടെസ്റ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്റ്റേബിളായിട്ടൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ഗെയിമും പക്ക പഞ്ചായിട്ട് കളിക്കാൻ പറ്റും. FPS 60 FPS ആ റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട് മിക്ക ഗെയിമുകളിലും. ഇപ്പോൾ ഹൈ എൻഡ് ഗെയിമാണ് ഇതൊക്കെ കളിക്കുമ്പോൾ FPS കൂടുതലുള്ള ഗെയിമാണ്. അന്നേരം 60 FPS കിട്ടുന്നുണ്ട് ഏകദേശം. കളിക്കാൻ വേറെ ലാഗോ അങ്ങനെയൊന്നും തോന്നില്ല അങ്ങനെ. പിന്നെ CPU ത്രോട്ട്ലിങ് അത്യാവശ്യം സ്റ്റേബിലിറ്റി ഉണ്ട്. 68% ഉണ്ട്, 66% ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു വൈഡ് ടെസ്റ്റാണ്, എക്സ്ട്രീം ടെസ്റ്റാണ്. ഈ ടെസ്റ്റൊന്നും നമ്മൾ ഡെയിലി സൊനാരിയേഴ്സിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ചുമ്മാ ജസ്റ്റ് ഗെയിം കളിക്കുക, അതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കൂളിംഗ് പാഡുണ്ട്, ഒരു ഐസ് 3D കൂളിംഗ് പാഡ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ 7540 mAh ബാറ്ററി, സിലിക്കൺ ബാറ്ററിയാണ്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വൈഡ്. പിന്നെ 27 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്. അത്യാവശ്യം നല്ലതാണ് ചാർജിങ്ങും. 100 വാട്ടിന് നല്ലൊരു ഇത് തന്നെയാണ്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിലൊക്കെ 80 വാട്ട് കൊടുക്കുന്ന പോലെയൊക്കെ ഉണ്ട്. 100 വാട്ട് നല്ലതാണ്. പെട്ടെന്ന് ചാർജ് കയറും. 1 മണിക്കൂർ വേണ്ട ചാർജ് കയറാൻ. മേ ബി ഒരു 40 to 50 മിനിറ്റ്സ് മതി. 1 മണിക്കൂർ മതി. 0 to 100 വരെ എത്താനായിട്ട് 1 മണിക്കൂർ 10 മിനിറ്റൊക്കെ മതി. ഫോൺ ഉപയോഗിക്കാൻ അത്യാവശ്യം നല്ല പിടിക്കാൻ ഒരു കോമ്പാക്ട് പ്രീമിയം ടൈപ്പ് വരെ ഫോണുള്ളൂ നമുക്ക് പിടിക്കുമ്പോൾ ഏകദേശം ഫോൺ നോക്കുകയാണെങ്കിൽ. പിന്നെ ചാർജിങ് സൈഡിൽ ഒരുപാട് 5 കൊല്ലത്തെ ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ബാറ്ററി ഒരു കാലത്തും 5 കൊല്ലം വരെ ബാറ്ററി സ്റ്റേബിളായിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഹൈപ്രോയ്സാണ് പിന്നെ ഷവോമിയുടെ. അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വരും. ആൻഡ്രോയിഡ് 16 പിന്നെ 4 മേജർ അപ്ഡേറ്റ് ഉണ്ട്. 6 സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് 20 വരെ കിട്ടും ഏകദേശം ഇതിൻ്റെ അപ്ഡേറ്റ്. ബ്രോഡ് ബേസ് ഉണ്ട്, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള കാര്യമുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ
ക്ലീൻ UI നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. ഷവോമിയുടെ ക്ലീൻ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. എല്ലാ സാധനം ആഡൊക്കെ ഉണ്ട്. പിന്നെ AI പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കോൺവെർസേഷൻ ഹിന്ദിയിട്ടാക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. പിന്നെ പറയുന്നത് സെൻസേഴ്സൊക്കെ വരികയാണെങ്കിൽ പല ഇതിലുണ്ട്. ഡെയിലി നമ്മൾ ഇങ്ങനെയൊക്കെ അലാറം അതുപോലെയൊക്കെ സംഭവങ്ങളൊക്കെ. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റാണ് സ്കാനർ. പിന്നെ ഫേസ് ലോക്കും അടിപൊളിയായിട്ട് വർക്കാവും. പിന്നെ പറയാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റോടെ വർക്കാവുന്നുണ്ട്. ഫേസ് ലോക്കും അത്യാവശ്യം നല്ല പഞ്ചിയായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. കണക്ടിവിറ്റി നല്ലൊരു കണക്ടിവിറ്റിയാണ് റെഡ്മിയുടെ ഫോൺ ഇപ്പോൾ വന്നേക്കുന്ന ഫോണിൽ. കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 17 5G ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 556 ആണ്. ബ്ലൂടൂത്ത് 6.0 ആണ്. NFC സപ്പോർട്ടുണ്ട്. സാധാരണ NFC ഇപ്പോൾ കിട്ടാറില്ല. ഇപ്പോൾ 35,000 രൂപ റേഞ്ചിൽ ഇപ്പോൾ NFC കിട്ടുന്നുണ്ട്. സാധാരണ ഇപ്പോൾ കിട്ടാറില്ല. ഡ്യുവൽ നാനോ സിമ്മാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡ്, അല്ലെങ്കിൽ 2 സിമ്മ്, അങ്ങനത്തെ വകുപ്പ്. പിന്നെ റെഡ്മിയുടെ സംബന്ധമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഓഫ്ലൈൻ അതിങ്ങനെ പെട്ടുപോകുന്ന സമയത്തൊക്കെ വിളിക്കാൻ റേഞ്ചില്ലാതെ ഒരു എമർജൻസി കോളിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അത് അങ്ങനെയാണ് റേഞ്ച് സിമ്മില്ലാതെ വിളിക്കുന്നത് എമർജൻസി കോളാണത്. ആ ഷവോമിയുടെ വീട്ടിൽ പോകണമെന്ന് അവർ പറഞ്ഞത് സ്ട്രോങ് സിഗ്നൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യം ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എനിക്ക്. പിന്നെ ക്യാമറയുടെ സ്പെക്കിട്ട് വരുവാണെങ്കിൽ ക്യാമറ ഒരു ഡീസൻറ്റ് ആവറേജ്. ഇത് പെർഫോമൻസ് ഫോൺ ആയതുകൊണ്ട് ക്യാമറയുടെ കാര്യം വലിയതായിട്ട് നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയാം, 50 MB ക്യാമറയാണ്. സോണി OS ആണ്. സെൻസറുണ്ട്, OS സെൻസർ. 8 MB വൈഡ് ആംഗിൾ ഉണ്ട്. വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. ടെലിഫോട്ടോക്ക് ഇല്ല. ടെലിഫോട്ടോ ക്യാമറ സെൻസറല്ല. അതാണ് ഈ ഇത് ടെലിഫോട്ടോക്ക് അങ്ങനെ വരാറില്ല. ഇതിപ്പോൾ പെർഫോമൻസ് ആയതുകൊണ്ട്. പിന്നെ ഫ്രണ്ടിൽ വന്നത് 20 MB ക്യാമറ. അത്യാവശ്യം സാച്ചുറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. വലിയതൊന്നും പറയില്ല. നിങ്ങൾ നോക്കിയിട്ട് വിലയിടണം എങ്ങനെയുണ്ട് ഈ ഫോൺ ക്യാമറ വൈസ്. അതേവൈസ് ക്യാമറ കുഴപ്പമില്ല. ചെറിയൊരു ഡൾനെസ്സൊക്കെ ഉണ്ട്. എന്നാലും ഫേസൊക്കെ ഒരു ഓക്കെ രീതിയിലാണ് തോന്നുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട്. ചില നേരത്തെ ഡീറ്റെയിലിംഗ് ഉണ്ടാവും, ചില നേരത്തെ ഡീറ്റെയിലിംഗ് ഇല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത് പെട്ടെന്ന്. പിന്നെ പറയുന്നത് 4K 60 FPS റിയർ ക്യാമറ ഉണ്ട്. ബാക്ക് ഷൂട്ടിങ്, വീഡിയോ റെക്കോർഡിങ്. പിന്നെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ പറയുകയാണെങ്കിൽ 1080p ഉള്ളൂ. 60 FPS 4K കൊടുക്കായിരുന്നു കാര്യം പറഞ്ഞു. ആ ചിപ്സെറ്റ് 4K സപ്പോർട്ട് ചെയ്യുന്നതാണ്, പക്ഷേ കൊടുക്കാറുണ്ട്. എന്താണെന്ന് അറിയില്ല. പ്രൈസ് കട്ടിങ്ങിൻ്റെ പരിപാടി ആയിരിക്കും അത്. ചിപ്സെറ്റ് 4K സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റാണ്. അതിനെ കൊടുക്കാനൊന്നും അറിയില്ല. ക്യാമറ ഫീച്ചേഴ്സൊക്കെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സർക്കിൾ ടു സർക്കിൾ, അതുപോലെ തന്നെ എറൈസിങ്, പിന്നെ വേറെ ബ്ലറിങ്, അങ്ങനത്തെ പല AI ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ പല പല മൂഡുകളുണ്ട്, ക്യാമറ മൂഡുകൾ. പിന്നെ പറയുകയാണെങ്കിൽ ഫോൺ അത്യാവശ്യം നല്ല ഫോണാണ് പറയുകയാണെങ്കിൽ. അതൊക്കെയാണ് എൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ട്. ഈ ഫോൺ എടുക്കണോ വേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു സ്റ്റൈലിഷ് ഫോണാണ് കണ്ടിട്ട്. ഇതിൻ്റെ റേറ്റാണ് 30K 40K അണ്ടറിലാണ് വന്നത് ഫോൺ. 10 ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ നമുക്ക് കാണാം.